ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു തോന്നുന്നു, വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കറി പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ടുള്ളൊരു കറിയാണ്. അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പരിപ്പ്, തക്കാളി, പച്ചമുളക്, പുളി കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, പിന്നെ അരയ്ക്കാൻ നാളികേരം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് പരിപ്പ് അടുപ്പത്ത് വയ്ക്കാം. അതിന് പരിപ്പ് കഴുകിയെടുക്കട്ടെ. ഇതാണ് പരിപ്പ്, ഒരു വാട്ടി പരിപ്പ്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടു. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകട്ടെ. അത് കഴുകിയെടുത്തു. ഇനി നമുക്ക് ഗ്യാസിന് അടുപ്പത്ത് വയ്ക്കാം. ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം. ചെറിയ ഗ്ലാസ് കൊണ്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സാണ്, ഇതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം പരിപ്പിടിച്ച് ഒഴിക്കണം. ഇപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചു. അടുത്തത് 1 ഗ്ലാസും കൂടി ഒഴിക്കണം. ഇതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇടണം. പിന്നെ ഒരു 7 പച്ചമുളക് ചീന്തിയിട്ടിട്ടുണ്ട്, അത് അതിലേക്ക് ഇടണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം. കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ കുക്കറിലേക്ക് ഇട്ടു. 2 സ്പൂണ് മുളകിട്ടിട്ടുണ്ട്, ചെറിയ സ്പൂൺ കൊണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിടാനുള്ളത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പിടുക. ഇതെല്ലാം ഒന്ന് ഇളക്കി വെച്ച് ഇളക്കി കൊടുത്തു. ഇനി കുക്കർ അടച്ച് വെച്ച് 3 സീറ്റ് അടിക്കണം. ഗ്യാസ് ഓൺ ചെയ്തു. ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി ഇത് 2-3 സീറ്റ് അടിക്കട്ടെ, 2-3 വിസിലടിക്കട്ടെ. അതിന് ശേഷം നമ്മൾക്ക് ഈ നാളികേരം ഉണ്ട്, അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് അരയ്ക്കണം. ആ നേരം കൊണ്ട് ഞങ്ങൾ അരയ്ക്കട്ടെ. കുക്കറിൽ 3 വിസിലടിച്ച് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അടുപ്പത്തിടട്ടെ. ഇത് കുക്കറിൽ കൂടെ പരിപ്പിൽ കൂടെ വേണമെങ്കിൽ ഇടായിരുന്നു, ഞാൻ ഇട്ടിട്ടില്ല. അത് വേറെ വേവിക്കാമെന്ന് വെച്ചിട്ടാണ്. തിരക്കുള്ളവർക്ക് വേഗം റെഡി ആവണമെന്ന് വെച്ചാൽ കുമ്പളങ്ങ ഒപ്പം പരിപ്പിൻ്റെ കൂടെ ഇടാം. ഞാനിപ്പോൾ പരിപ്പ് വേറെ വേവിക്കുകയാണ്, കുമ്പളങ്ങ വേറെ വേവിക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. കുമ്പളങ്ങയ്ക്ക് വേണ്ട ഉപ്പിടണം. സ്റ്റീം പോണ നേരം കൊണ്ട് ഈ കുമ്പളങ്ങ ഇവിടെ ഇരുന്ന് വേവട്ടെ. എളുപ്പമാണ്, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തോളൂ. ഇനി ഇത് അടുപ്പത്തിരുന്ന് വേവട്ടെ. അത് വേവുമ്പോൾ
ഞാൻ പുളി കലക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കണം. ഇത് സ്റ്റീം പോയി കഴിഞ്ഞാൽ ഇതും അതിലേക്ക് ഒഴിക്കാം. കുക്കറിൽ സ്റ്റീം പോയിട്ടുണ്ട്, ഞാനത് തുറന്നു. ഞാൻ ചട്ടിയിലേക്ക് പകർത്തുകയാണ്. ഒരു 5 മിനിറ്റ് നേരം ഇത് വേവണം. 5 മിനിറ്റ് നേരം കൊണ്ടത് വെന്ത് കുമ്പളങ്ങയും വെന്ത് കിട്ടും. കുമ്പളങ്ങ മുമ്പ് വേണമെങ്കിൽ പരിപ്പി കൂടി ഇടായിരുന്നു, കുക്കറിലിട്ട് വേവിച്ചെടുക്കായിരുന്നു. ഞാനത് ചെയ്തില്ല. ഇപ്പോൾ ഞാനത് ഇടുകയാണ്. അപ്പോൾ ഇതിനത് വേവാൻ ഇത്തിരി സമയം എടുക്കും, ഒരു 10 മിനിറ്റ് എടുക്കും എന്തായാലും ഇത് വേവാനായിട്ട്. അത് വെന്ത് കഴിയുമ്പോൾ ബാക്കി പണികൾ ചെയ്യാം. ഈ പരിപ്പും കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിക്കാൻ പോവുകയാണ്. നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടതാണ്, അത് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. തിളച്ചതിന് ശേഷം പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ പോകണേ അതിലാണ്. അത് വരെ അത് തിളക്കട്ടെ. ഇത്ര മതി. ഇനി നമുക്ക് നാളികേരം അരിക്ക് അരച്ചത് ചേർക്കാം. കുറച്ചൊന്നും വെള്ളമൊക്കെ അതിൽ കൂടെ ചേർത്ത് മിക്സിയിലത്തെ വെള്ളം, മിക്സി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിൽ കൂടെ ചേർക്കാൻ. അത് മിക്സി കഴുകിയ വെള്ളം, മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു. മിക്സി ജാറൊന്നും കൂടി കഴുകി ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഒന്ന് തിളക്കട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇറക്കിക്കാം. ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയും കുറവ് പോലെ തോന്നുന്നുണ്ട്, വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇത്രയ്ക്കും കൂടി ഇടാം. കറി നല്ലപോലെ തിളക്കട്ടെ. ഇത്തിരി മതി. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറവ് ഇടണം. ഞാൻ അതിന് മുമ്പ് ഇത് ഇറക്കി വെക്കട്ടെ താഴത്തേക്ക്. ചൂടാവട്ടെ. ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് ഞാൻ
കടുക് ഇടാൻ പോവുകയാണ് കറിയിലേക്ക്. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇടാൻ പോവുകയാണ്. ഒരു സ്പൂണ് കടുക് ഇട്ടു. ഇത് പൊട്ടട്ടെ. പൊട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം കേട്ടോ. കായപ്പൊടി എല്ലാ കറിയിലും ഇടുമ്പോൾ നല്ലതാണ്, ദഹനത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അതിനുശേഷം 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് പിന്നെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില അധികം സമയം പ്രശ്നമില്ല. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അത് കറിയിലേക്ക് ഒഴിക്കും. ഇതാണ് കറി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ടേസ്റ്റിയായ കറിയാണ്. തീർച്ചയായും കറി ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസിനെ കാണിക്കണം.